ഹലോ എവ്രി വൺ, സെൻട്രൽ ഗവൺമെന്റ് ജോബ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പുതിയൊരു നോട്ടിഫിക്കേഷൻ ആണ്. ഇതിന്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത് വിളിച്ചിട്ടുള്ളത് ഇർക്കോൺ ഇന്റർനാഷണൽ ലിമിറ്റഡ് എന്ന് പറയുന്ന നവരത്ന കമ്പനിയുടെയാണ്. സെൻട്രൽ ഗവൺമെന്റ് കീഴിൽ വരുന്ന പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗിൽ വരുന്ന ഒരു കമ്പനിയാണ് ഇതെന്ന് പറയുന്നത് ഇർക്കോൺ ഇന്റർനാഷണൽ എന്ന് പറയുന്നത്. ഇർക്കോൺ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റെയിൽവേ മിനിസ്ട്രി ഓഫ് റെയിൽവേസിന്റെ കീഴിൽ വരുന്ന ഒരു കമ്പനിയാണ് കേട്ടോ. അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത് റെയിൽവേയുടെ കീഴിൽ വരുന്ന ടേൺ കീ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കമ്പനിയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഇർക്കോൺ എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ റെയിൽവേയുടെയും ഹൈവേയുടെയും ബിൽഡിങ്സിന്റെയും പവർ സെക്ടറിന്റെ ഒക്കെ പ്രോജക്ട് മെയിൻ്റനൻസ് ആണ് അവരുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. അതിലേക്കുള്ള ഒരു ടെക്നീഷ്യൻ വാക്കൻസീസ് ആണ് ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്, വിളിച്ചിട്ടുള്ളത് ടെക്നിക്കൽ വാക്കൻസീസ് ആണ് വിളിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൽ കൃത്യമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പറയാൻ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാക്ക് ഇൻ ഇന്റർവ്യൂ ആണ്. നിങ്ങൾക്ക് എക്സാംസ് ഒന്നും അറ്റൻഡ് ചെയ്യേണ്ട, നിങ്ങൾക്ക് വാക്ക് ഇൻ ഇന്റർവ്യൂ ആണ്. നിങ്ങളുടെ ക്വാളിഫിക്കേഷനും നിങ്ങളുടെ എക്സ്പീരിയൻസും അനുസരിച്ച് നിങ്ങൾക്ക് വാക്ക് ഇൻ ഇന്റർവ്യൂസ് ആണ് വരുന്നത്. അത് മാത്രമല്ല നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇർക്കോൺ എന്ന് പറയുന്നത് ഒരു ഡൽഹി ബേസ്ഡ് കമ്പനിയാണ്. ഇർക്കോണിന്റെ പ്രോജക്ട്സ് എവിടെയാണോ നടക്കുന്നത് അവിടെയായിരിക്കും നിങ്ങൾക്ക് ജോബ് അസൈൻ ചെയ്ത് തരുന്നത്. അതായത് ഇപ്പോൾ ഇവിടെ വിളിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷൻ പ്രധാനമായിട്ടും വരുന്നത് നമ്മുടെ മഹാരാഷ്ട്ര, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, വെസ്റ്റ് ബംഗാൾ റീജിയനിലേക്കാണ്. അപ്പോൾ അത് കൃത്യമായി മനസ്സിലാക്കി നിങ്ങൾക്ക് അവിടെ പോയി ജോലി ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ അത് കൃത്യമായി തന്നെ പറയുകയാണ്, അത് ആദ്യം മനസ്സിലാക്കിക്കോളുക. നിങ്ങളുടെ ഇവിടെ ക്വാളിഫിക്കേഷൻസ് വാക്ക് ഇൻ ഇന്റർവ്യൂ ആയതുകൊണ്ടാണ്, എക്സാം ഒന്നും ഇല്ല, ഫീസ് ഒന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് വാക്ക് ഇൻ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാമെന്ന് വന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ ചെയ്യുന്നത്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 27 ആണ്. അതിന് മുന്നേ നിങ്ങൾ ഇതിലേക്ക് മനസ്സിലാക്കി വെക്കണം കേട്ടോ. 27 മുന്നേ തന്നെ ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കോണം. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വർക്ക് എഞ്ചിനീയർ ആൻഡ് സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഏതിലാണ് പോസ്റ്റിലേക്കാണ് നിങ്ങൾ ഫസ്റ്റ് ക്ഷണിക്കുന്നത്. അതിന്റെ കൺസോളിഡേറ്റഡ് പേ, നിങ്ങളുടെ ഫിക്സഡ് പേ എന്ന് പറയുന്നത് 36,000 ആണ് കേട്ടോ. 36,000 രൂപയാണ് മാസം നിങ്ങൾക്ക് ഫീ ഇതെന്ന് പറയുന്നത്, സാലറി എന്ന് പറയുന്നത്. എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ, എന്ത് ക്വാളിഫിക്കേഷൻ ആണ് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1/3/2025 1/3/2025 നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടായിരിക്കണം, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിങ്ങോ ഗ്രാജുവേഷൻ നിങ്ങൾ ഡിപ്ലോമ പാസ്സായവരായിരിക്കണം, എന്ന് വെച്ചാൽ എഞ്ചിനീയറിംഗ് പാസ്സായവരായിരിക്കണം എന്നുള്ളൊരു കാര്യം കൃത്യമായി മനസ്സിലാക്കുക. മാത്രമല്ല 60% എങ്കിലും മിനിമം മാർക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. 60% ഒരു ബാർ എന്ന് പറയുന്നത്. അതിൽ താഴ്ന്നുള്ളവരാണെങ്കിൽ അപ്ലൈ ചെയ്യേണ്ട. 60% മാർക്കുണ്ട് നിങ്ങളുടെ കയ്യിൽ, ക്വാളിഫിക്കേഷൻ നിങ്ങളുടെ എക്സാം പാസ്സായി നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ട് 1/3/2025 നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. വയസ്സെന്ന് പറയുന്നത് മാക്സിമം ഏജ് എത്രയാണ്, 30 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 1/3/2025 നിങ്ങളുടെ വയസ്സ് 30 ആയിരിക്കണം. ഇനി അടുത്ത് എസെൻഷ്യൽ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉണ്ട്. കാരണം എക്സാം ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് കൂടെ മനസ്സിലാക്കിയാണ് അവർ എന്ത് ചെയ്യുന്നത്, ഇന്റർവ്യൂവിൽ നിങ്ങളെ പാസ്സാക്കുന്നത്. അപ്പോൾ നോക്കിക്കോളാം, 1/3/2025 നിങ്ങൾക്ക് മിനിമം 1 ഇയർ എക്സ്പീരിയൻസ് ഏതിലുണ്ടായിരിക്കണം, ഇലക്ട്രോണിക് ഇന്റർലോക്കിങ്ങിലോ റിലേ ഇന്റർലോക്കിങ്ങിലോ ഓട്ടോമാറ്റിക് സിഗ്നലിലോ അല്ലെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷൻ വർക്കിലോ എന്തിലെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യണം, മിനിമം 1 ഇയർ എക്സ്പീരിയൻസ് എങ്കിലും ഉണ്ടാവണം. ഓക്കെ, 1 ഇയർ എക്സ്പീരിയൻസ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എക്സ്പീരിയൻസിനെ കാര്യം കൂടുതലും കുഴപ്പമില്ല, പക്ഷെ കുറയാൻ പാടില്ല. ഇതിന്റെ പ്രോജക്ട് ബേസ് കമ്പനി വരുന്നത് എന്ന് വെച്ചാൽ ഈ ഒരു വർക്ക് എഞ്ചിനീയർ സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷന്റെ ജോബ് പോസ്റ്റിംഗ് വരുന്നത് എവിടെയാണ്, ഇർക്കോൺ ഓഫീസസ് പ്രോജക്ട്സിൽ ഛത്തീസ്ഗഡിലോ ജാർഖണ്ഡിലോ വെസ്റ്റ് ബംഗാളിലോ സിക്കിമിലോ ആണ്. ഓക്കെ, അത് കൃത്യമായി മനസ്സിലാക്കിക്കോളാം. എവിടെയാണോ നിങ്ങളുടെ പ്രോജക്റ്റ് കിട്ടണമെന്ന് മനസ്സിലാക്കുക, എങ്കിൽ മാത്രമേ നിങ്ങൾ അപ്ലൈ ചെയ്യാവൂ. അത് മാത്രമല്ല വാക്കൻസീസും ശ്രദ്ധിക്കുക. UR കാൻഡിഡേറ്റ്സിന് അവർ ഒരു വാക്കൻസി എവിടെ ഉള്ളൂ. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ട് പോകണമെന്നൊന്നും നമ്മൾ പറയില്ല. കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, പോവാണെങ്കിൽ പോകാനായിട്ട് നിങ്ങൾക്ക് നോക്കാം. OBCക്ക് 4 വാക്കൻസിയാണ്, SCക്ക് 2, EWSന് 2, STക്ക് 1 വാക്കൻസി അനുസരിച്ച് ചെയ്യുക. അത് കഴിഞ്ഞ് വർക്ക് എഞ്ചിനീയർ സിവിലിലേക്ക് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ഷണിച്ചിട്ടുണ്ട്. അത് വന്നത് നമ്മുടെ മഹാരാഷ്ട്രയിലെ ഇർക്കോൺ ഓഫീസിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. മഹാരാഷ്ട്രയുടെ ഓഫീസിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. കൺസോളിഡേറ്റഡ് പേ നിങ്ങൾക്കും എത്രയാണ്, 36,000 രൂപയാണ് മാസം തരുമെന്ന് പറഞ്ഞിട്ടുള്ളത്. വാക്കൻസീസ് അവിടെ UR കാൻഡിഡേറ്റ്സിന് വാക്കൻസി ഇല്ല. OBCക്ക് 4, SCക്ക് 1 വാക്കൻസിയാണ് വരുന്നത്. ഇവിടെ വേണ്ടത് 60% മാർക്കാണ്. നിങ്ങൾ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. മാക്സിമം ഏജ് എന്ന് പറയുന്നത് 30 വയസ്സും മിനിമം 1 ഇയർ എക്സ്പീരിയൻസ് സിവിൽ കൺസ്ട്രക്ഷൻ വർക്കിൽ ഉണ്ടാവരും ആയിരിക്കണം. സിവിൽ കൺസ്ട്രക്ഷൻ വർക്കിൽ പിന്നെ വിളിച്ചിട്ടുള്ള വാക്കൻസി സൈറ്റ് സൂപ്പർവൈസർ സിവിലിന് വേണ്ടിയിട്ടാണ്. സൈറ്റ് സൂപ്പർവൈസർ ഇതിനെന്താണ്, 25,000 രൂപയാണ് ഫിക്സഡ് പേ പറയുന്നത്. അത് മാത്രമല്ല ഈ ഒരു ജോബ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കോൺട്രാക്ട് ബേസിസിലായിരിക്കും അവർ ആദ്യം പറയുന്നത് കേട്ടോ. ഇവിടെ പറഞ്ഞിട്ടുണ്ട് റിക്രൂട്ട്മെന്റ് ഫോർ വേരിയസ് പോസ്റ്റ് ഓൺ കോൺട്രാക്ട് ബേസിസ് ആണ്. അത് ആദ്യമേ ശ്രദ്ധിക്കുക, കോൺട്രാക്റ്റിലാണ് എടുക്കുന്നത്. പിന്നെ എന്താണ്, നിങ്ങളുടെ വർക്കിംഗ് കണ്ടീഷൻ അനുസരിച്ച് നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ എക്സ്റ്റെൻഡ് ചെയ്യും എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ പറയുന്നത് കേട്ടോ.
അപ്പോൾ എന്തായാലും ഇത് 25,000 രൂപയാണ്. പിന്നെ ഫിക്സഡ് കൺസോൾട്ടേറ്റ് പറയുന്നത്. പിന്നെ എന്താണ്, അതിന് 60% നിങ്ങൾക്ക് സിവിൽ എഞ്ചിനീയറിംഗിൽ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. 30 വയസ്സ് വരെയാണുള്ളത്. മിനിമം 1 ഇയർ എക്സ്പീരിയൻസ്. അതും എന്താണ്, മഹാരാഷ്ട്രയിൽ തന്നെയാണ് നിങ്ങൾക്ക് ജോലി കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ആ കാര്യം ആലോചിക്കുക. ഇതിലെന്തുണ്ട്, URന് 4 വേക്കൻസി, OBCക്ക് 1 വേക്കൻസിയാണ് ഉള്ളത്. ഇവിടെ നോട്ട് പറയുന്നുണ്ട്, ടീച്ചിങ് അല്ലെങ്കിൽ ട്രെയിനിങ്, കൺസൾട്ടൻസി, ഫ്രീലാൻസിങ് എക്സ്പീരിയൻസ് ആണുള്ളെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പ്രോപ്പർ ആയിട്ടുള്ള വർക്കിംഗ് എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രമേ അപ്ലൈ ചെയ്യാവൂ. അതുപോലെ തന്നെ ഏജ് റിലാക്സേഷൻ ഒക്കെ പറയുന്ന പോലെ ഉണ്ട്. ഗവൺമെന്റ് നോം പ്രകാരം SC STക്ക് 5 വർഷം, OBCക്ക് 3 വർഷം, അതൊക്കെ ഉണ്ട് കേട്ടോ. ഇനി അടുത്ത ജനറൽ കണ്ടീഷൻ, വാക്കിൻ ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പേ നിങ്ങൾ കയ്യിൽ ഈ ഒരു റിപ്പോർട്ടുകൾ, അതായത് നിങ്ങളുടെ ഏജ് ലിമിറ്റ് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ കറക്റ്റ് ആയിട്ടുള്ളത്, അതുപോലെ തന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ പോകാനായിട്ട് നോക്കാവൂ. പിന്നെ വേറെ ഒരു അലവൻസും ഇല്ല എന്ന് പറയുന്നുണ്ട്. ഈ ഫിക്സഡ് കൺസോൾട്ടേറ്റഡ് പേ ആയിരിക്കും നിങ്ങൾക്ക് വരുന്നതെന്ന് എടുത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അതർ പിഗ്സിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. വാക്കിൻ ഇന്റർവ്യൂവിന് പോകുമ്പോൾ എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടെന്നുള്ളൊരു കാര്യമൊക്കെ കൃത്യമായി പറയുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ PDF നമ്മുടെ ടെലഗ്രാം ചാനലിൽ കൊടുത്തേക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ നമ്മളിപ്പോൾ എന്ത് ചെയ്യാം, ഈ ഒരു നോട്ടിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെലഗ്രാമിൽ സെൻട്രൽ ഗവൺമെന്റ് ചാനലിൻ്റെ തന്നെ ടെലഗ്രാം ചാനലുണ്ട്. അപ്പോൾ അതിൽ കയറിയിട്ട് ഒന്ന് എന്ത് ചെയ്യാം, വായിച്ച് നോക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആ ഡീറ്റെയിൽസ് കൃത്യമായി മനസ്സിലാക്കുക. ഇതുപോലെ തന്നെ ഇന്റർവ്യൂവിന്റെ ഷെഡ്യൂൾ എവിടെയാണെന്ന് അവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മഹാരാഷ്ട്രയിൽ എവിടെ വെച്ചിട്ടാണ് ഇന്റർവ്യൂ നടക്കുന്നത് എന്നുള്ളൊരു കാര്യമൊക്കെ കൃത്യമായി അവർ എന്ത് ചെയ്തിട്ടുണ്ട്, പറയുന്നുണ്ട്. വെസ്റ്റ് ബംഗാളിലാണെങ്കിൽ എവിടെയാണ്, എന്നാണ് നിങ്ങളുടെ ഇന്റർവ്യൂ നടക്കാൻ പോകുന്നതെന്നും എടുത്ത് പറഞ്ഞിട്ടുണ്ട്. വർക്ക് എഞ്ചിനീയർ സിവിലിന്റെ കാര്യത്തിനാണ് നിങ്ങൾ പോകുന്നെങ്കിൽ 2/4/2025 പോകണം. വർക്ക് എഞ്ചിനീയർ സിവിലിന്റെ ഇതിലാണ് പോസ്റ്റിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 2/4 പോവുക. സൈറ്റ് സൂപ്പർവൈസറിന്റെ പോസ്റ്റിലേക്കാണ് പോകണമെങ്കിൽ 3/4 പോവുക. എത്ര മണിക്കാണ് എത്തേണ്ടതെന്നൊക്കെ കാര്യം പറയുന്നുണ്ട്, അതിന്റെ കാര്യം പറയുന്നുണ്ട്. ഇനി അടുത്ത ഈസ്റ്റേൺ റീജിയണൽ ഓഫീസ് ആയിട്ടുള്ള വർക്ക് എഞ്ചിനീയർ സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ആണ് എവിടെയാണ് പോവേണ്ടതെന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. വെസ്റ്റ് ബംഗാളും സിക്കിമിലും ആണ് പോകുന്നതെങ്കിൽ 4/4 അതുപോലെ തന്നെ കോൾ റെയിൽ കണക്ടിവിറ്റി പ്രോജക്റ്റ് ഓഫീസ് ആണെങ്കിൽ നിങ്ങൾ എവിടെ പോകണം, ജാർഖണ്ഡിൽ പോകണം. അപ്പം ആ ഒരു കാര്യം കൃത്യമായി ശ്രദ്ധിക്കുക. എവിടെയാണോ നിങ്ങൾ കൊടുക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇതിലെല്ലാം അറ്റൻഡ് ചെയ്യണമെങ്കിൽ അറ്റൻഡ് ചെയ്യാം. പ്രത്യേകം ആപ്ലിക്കേഷൻസും കൊണ്ടുവേണം നിങ്ങൾ പോകാനായിട്ട് കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കൃത്യമായി ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇത്രയും ദൂരം പോയി ജോലി ചെയ്യണമെന്നൊന്നും നിർബന്ധം പിടിക്കില്ല. പിന്നെ അങ്ങോട്ട് പോകണമെന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടതെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻ കേസ് ഓഫ് ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, recruitment@ircon.org എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറിയിട്ട് അവർക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ കൊണ്ടുവേണ്ട ആപ്ലിക്കേഷൻ ഫോർമാറ്റ് കേട്ടോ. ആ കാര്യമൊക്കെ കൃത്യമായി തന്നെ ശ്രദ്ധിക്കുക. കോൺട്രാക്ട് ബേസിസിലാണെന്ന് നിങ്ങൾ അറിയുക. അപ്പോൾ ഈ ഒരു പോയിന്റ് കൃത്യമായി ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ച് നോക്കിയിട്ട് മാത്രം എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വന്നതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയനാണ്, നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്യുന്നോ ഇല്ലേ എന്നൊക്കെ ഉള്ളത്. അത് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രമേ ചെയ്യാവൂ എന്ന് നമ്മൾ എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.